ഒന്നാമത്തെ കവാടം അൽ ഗളബു, ദേഷ്യം പിടിക്കലാണ്. ദേഷ്യം പിടിക്കുക എന്ന ഒരു കവാടം മൂപ്പരെങ്ങാനും കണ്ടാൽ കിട്ടിയാൽ ഉടനെ തന്നെ കയറി പറ്റും. അവിടെ ഗസാലി ഇമാം വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കുട്ടീന്റെ കയ്യിലുള്ള ബോള് പോലെ ഇബ്ലീസ് ഈ ദേഷ്യപ്പെട്ട ആളെ നിയന്ത്രിക്കും. ബോള് എവിടെ എറിയുമ്പോഴും ഇങ്ങനെ പിടിക്കുന്ന കുട്ടിക്ക് ബോള് എവിടെ പോയാലും എന്റെ അടുത്തേക്ക് വരണമെന്നുണ്ട്. ഇതേപോലെ ഇബ്ലീസ് ബോളിനെ കുട്ടി നിയന്ത്രിക്കുന്ന പോലെ ദേഷ്യം പിടിച്ച ആളെ നിയന്ത്രിക്കുന്ന. അതുകൊണ്ട് ഗ്ലാസ് ഫൈറ്ററിന് പൊട്ടിക്കുന്നത്, ഭാര്യനെ അടിക്കുന്നത്, സ്റ്റാഫിനെ പിടിച്ച് പുറത്താക്കുന്നത്, സ്വന്തം ഗ്രൂപ്പ് പിരിച്ചു വിടുന്നത്, ലെഫ്റ്റ് അടിക്കുന്നത്, എൻ്റെ ഈ ഇബ്ലീസ് ഇങ്ങനെ കയറി കളിക്കണ ഒരു പരിപാടിയാണത്. അതിനാണ് മൂപ്പര് നേരത്തെ തെളിവ് പറഞ്ഞത്. ദേഷ്യം പിടിച്ച് എൻ്റെ ഭാര്യനോട്, സോറി ഞാൻ പണ്ടേ ദേഷ്യം പിടിക്കുന്ന ആളാന്ന് എൻ്റെ ഉമ്മ തീക്കോ പറയട്ടെ, എൻ്റെ ഉപ്പ എന്നിട്ട് അതിൻ്റെ തെളിവ് മൂപ്പര് പറഞ്ഞത്. ആയത്തോ ദിവസം തെളിവില്ല, മൂപ്പര് നാടൻ തെളിവ് പറഞ്ഞത്. ദേഷ്യം പിടിക്കുന്നുണ്ടോ, നിന്നെ കൊണ്ട് ഇബ്ലീസ് അമ്മാനമാടും കേട്ടോ. അതെ, ലാ തഗ്ളബ് വലക്കൽ ജന്ന. നമുക്ക് ദേഷ്യപ്പെട്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം പറയാൻ വിചാരിച്ച ഡയലോഗ് പറയാണ്ടിരിക്കുക, രണ്ടാമത് പറയാൻ വിചാരിച്ച കമന്റ് പറയാണ്ടിരിക്കുക, മൂന്നാമത് പറയാൻ വിചാരിച്ചത് മാത്രം പറയാം. ഇന്നോവ ക്രിസ്റ്റ എടുത്തിട്ട് പോകുമ്പോൾ ഓട്ടോ ഡ്രൈവർ റോങ് സൈഡിൽ വന്ന് ബ്രേക്ക് നമ്മൾ ചവിട്ടി. ആദ്യം പറയാൻ വിചാരിച്ചത് പറയണ്ട, രണ്ടാമത് പറയാൻ വിചാരിച്ചതും പറയണ്ട, മൂന്നാമത്തത് എല്ലാം കഴിഞ്ഞിട്ട് പറയാൻ വിചാരിച്ചൊരു സാധനമുണ്ട്, എന്തേലും പറ്റി വയ്ക്കുക, അത് പറയും. ഇതാണ് റമദാനിലെ ട്രെയിനിങ് പ്രോഗ്രാം. നമ്മളെ മനുഷ്യനാക്കാനാണ്. അതാണ് അള്ളാഹ് നമുക്ക് തിരിയണ ഭാഷയിൽ പറഞ്ഞത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ നോമ്പെടുപ്പിക്കണത് നിങ്ങളെ മുത്തഖീങ്ങളാവാനാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാവും, ആരാണ് മുത്തഖീൻ? അത് അള്ളാഹ് തന്നെ പറയാം. വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചെന്നൊക്കെ പറയാം, ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വേറൊരു കാര്യം വായിച്ചിനല്ലോ എന്ന് മറ്റു കമന്റ് ആൾക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹ് തന്നെ പറഞ്ഞാൽ പിന്നെ വേറെ ലൈഫായ പോലും എന്നുള്ള ഡയലോഗൊന്നും ഉണ്ടാവില്ല. അള്ളാഹ് തന്നെ പറയുന്നു, വൽകാളിമീനൽ ഗൈദ്, ദേഷ്യത്തെ അടക്കി പിടിച്ച് ഒരു നല്ല മനുഷ്യനാകുന്ന ആളാണ് മുത്തഖീൻ. സൂറ ആൽ ഇംറാൻ, വൽകാളിമീനൽ ഗൈദ്, ദേഷ്യത്തെ അടക്കി പിടിക്കും.